നല്ലിടയനെ പോലെ എന്നെ നടത്തിയ നാഥന്, നല്ലിടയനായി എന്നെ നിത്യം കരുതിയ നാഥന്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. മരണത്തിൻ്റെ കെണി, അതാണ് ചിന്തിച്ചു വരുന്നത്. മരണത്തിൻ്റെ കെണി, പൈശാചികൻ ഒരുക്കുന്നതായ പലതരം കെണികളിലൊന്നാണ് പാപത്തിൻ്റെ കെണി. സാത്താൻ ഒരുക്കുന്ന മറ്റൊരു കെണിയാണ് മരണത്തിൻ്റെ കെണി. മനുഷ്യനെ കെണിയിൽ വീഴിക്കാനാണ് പിശാച് നോക്കുന്നത്. വളരെ തന്ത്രപൂർവമാണ് പിശാച് അവൻ്റെ കെണികൾ ഒരുക്കിക്കൊണ്ട് വരുന്നത്, വളരെ കൗശലത്തോടെ. നാം അറിയില്ല ഇത് കെണിയാണെന്നറിയില്ല, അപകടം പതിയിരിക്കുന്ന മനസ്സിലാക്കുകയില്ല. എന്നാൽ അപകടത്തിൽ പെട്ട് കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു. ഒരു ദിവസം ആദാമിൻ്റെ മൂത്തമനായ കായേൻ ഹാബേലിനെ വിളിച്ചു. എന്ത് സ്നേഹത്തോടെയാണ്, വളരെ സ്നേഹത്തോടെ. അതിനു മുൻപ് കയീൻ ഹാബേലിനോട് കോപിച്ചിരുന്നു, നല്ലപോലെ കോപിച്ചു. ഹാബേൽ തെറ്റൊന്നും ചെയ്തിട്ടല്ല, അസൂയ കൊണ്ടാണ്. ഹാബേലിനുള്ള അസൂയ. ഹാബേൽ കഴിച്ച വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. ഹാബേൽ യാഗമാണ് കഴിച്ചത്, ദൈവം പ്രസാദിച്ചു. കയീൻ കൊടുത്ത വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ കയീൻ്റെ ഉള്ളിൽ ഹാബേലിനോട് അസൂയുണ്ടായി, ദൈവത്തോട് കോപവും പരിഭവവും ഉണ്ടായി. ദൈവം എന്താണ് എൻ്റെ വഴിപാടിൽ പ്രസാദിക്കാത്തത്? ഞാനും ദൈവത്തിൻ്റെ കാഴ്ച കൊണ്ടുവന്നതല്ലേ, ഞാനും ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെയല്ലേ വഴിപാട് കൊണ്ടുവന്നത്? എൻ്റെ വഴിപാടിൽ, എൻ്റെ സമർപ്പണത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നാൻ എന്താണ്? ഞാനൊരു സമർപ്പണം ചെയ്ത ആളല്ലേ. എന്നാൽ വേറെ ആരെല്ലാമോ അതുകൊണ്ട് ഹാബേൽ സമർപ്പിച്ചു, ഹാബേലിൻ്റെ സമർപ്പണം ദൈവം സ്വീകരിച്ചു. ഞാൻ കൊടുത്തത് മാത്രം ദൈവം സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവത്തിന് മുഖപക്ഷമുണ്ട്, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല. ഇമാതിരി ചിന്തകൾ ഈ കയ്യിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോവുകയാണ്. മനുഷ്യർക്ക് പൊതുവെ സഹജമായ ചില പാപചിന്തകൾ. കയ്യൻ ഹാബേലിനോട് കോപിച്ചു, അനുജനോട് കോപിച്ചു. കയ്യിൻ്റെ മുഖം വാടി, കയ്യിന് കോപമുണ്ടായി. ദൈവം കയ്യനോട് സംസാരിക്കുകയും ചെയ്തു. നീ എന്തിനാ കോപിക്കുന്നത്? എന്തിനു നീ കോപിക്കുന്നു? ദൈവം ചോദിച്ചു, നീ എന്തിനാ കോപിക്കുന്നത്? ദൈവം കയ്യനോട് അങ്ങനെ പറയുകയും കയ്യന് ഉപദേശം കൊടുക്കുകയും ചെയ്തു. ശരി, ഒരു കാര്യം പറഞ്ഞേക്കാം, പാവം വാതുക്കൽ കിടപ്പുണ്ട്, അവിടെ നിന്നെ പിടികൂടാൻ കാത്തു കിടക്കുകയാണ്. ഒരു ഭീകരനായ പാമ്പ് നീ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുറിക്ക് പുറത്ത് ആ നടക്കല്ലിന്മേൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് പോലെ പാവം വാതുക്കൽ പാത്ത് കിടക്കുന്നുണ്ട്. നീ സൂക്ഷിച്ചുള്ളൂ, പാവം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നിങ്കലേക്കാകുന്നു. നീ അതിനെ കീഴടക്കണം, ഇല്ലെങ്കിൽ അപകടം വരുമെന്ന് ദൈവത്തിനറിയാം. ഒരിക്കലും തിരുത്താനാവാത്ത നാശം വരുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം കയ്യനെ സ്നേഹിച്ച്, പാവം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കേണ്ടിയിരിക്കുന്നു എന്ന് ദൈവം കയ്യനോട് ഉപദേശം കൊടുത്തു. പക്ഷേ കയ്യനത് ചെവിക്കൊണ്ടില്ല. കയ്യൻ തന്ത്രം പ്രയോഗിച്ചു. ഇനിയാണ് കെണി. ഒരു ദിവസം കയ്യൻ ചേട്ടൻ അനുജനെ സ്നേഹത്തോട് വിളിച്ചു. ഞാനിങ്ങനെ ഭവനിൽ കാണുകയാണ്. അവൻ്റെ തോളത്ത്, ഹാബേലിൻ്റെ തോളത്ത് സ്നേഹത്തോടെ കൈയിട്ടു. മോനെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വയലിലേക്കൊന്ന് പോകാം. ജസ്റ്റ് ഫോർ ആൻ ഈവനിങ് വാക്ക്, ഒരു വൈകുന്നേരത്തെ ഒരു സന്തോഷമായ യാത്ര, നമുക്കൊന്ന് നടക്കാൻ പോകാം, വയലിലേക്ക് പോകാം, നമ്മുടെ കൃഷികാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നിനക്കറിയാമല്ലോ. നീ ആടുകളെ നോക്കുന്നവനാണ്, പക്ഷേ ഞാൻ കൃഷിക്കാരനല്ലേ. നമ്മുടെ വയലിൽ ചെന്ന് കൃഷിയൊക്കെ നോക്കാം. എൻ്റെ വയലൊക്കെ നിനക്ക് കാണണ്ടേ? സ്നേഹമുള്ള വാക്കുകൾ, വളരെ മാധുര്യമുള്ള വാക്കുകൾ. കയ്യൻ പറഞ്ഞപ്പോൾ പാവം ഹാബേൽ നിഷ്കളങ്കനല്ലേ, ചേട്ടൻ പറഞ്ഞ് സത്യമാണെന്ന് വിചാരിച്ചു, ചേട്ടൻ്റെ സ്നേഹമാണെന്ന് വിചാരിച്ചു. എന്നെയും കൂട്ടിക്കൊണ്ട് ചേട്ടൻ്റെ വയലൊക്കെ കാണിച്ചു തരാൻ കൊണ്ടുപോകാണല്ലോ. ചേട്ടൻ്റെ കോപമൊക്കെ മാറിയല്ലോ, കഴിഞ്ഞ ദിവസം എന്നോട് കോപിച്ചതാണ്, അപ്പോൾ ഇപ്പോൾ കോപമൊക്കെ മാറിയല്ലോ, നന്നായി. എങ്ങനെയാണ്? സ്നേഹവും സന്തോഷമായിട്ടിരിക്കട്ടെ. ഹാബേൽ പോയി, കൂടെ പോയി. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ വായിക്കാം. എന്നാറെ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്
നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവിടെ കെണിയുണ്ടായെന്ന് പാവം ഹാബേൽ അറിഞ്ഞുകൂടാ, കൊല്ലം കൊണ്ടുപോകാണെന്ന് അറിഞ്ഞുകൂടാ. കയ്യൻ പുറമേ പഞ്ചാരവാക്ക് പറയുമ്പോഴും പുറമേ മധുരവാക്ക് പറയുമ്പോഴും കൊല്ലാനുള്ള പരിപാടി അകത്ത് ആസൂത്രണം ചെയ്യുകയാണ്. കൊല്ലാനുള്ളതായ തന്ത്രങ്ങളെല്ലാം ഇങ്ങനെ അകത്ത് മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. വയലിലിരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവർ സംഭാഷിച്ചത്? എന്തെങ്കിലുമൊക്കെ വാഗ്വാദം നടത്തി കാണുമോ? ഹാബേൽ ഒരു മറുപടിയില്ലാതെ വെറുതെ മൗനമായി ശാന്തനായി ഇരുന്ന് കാണുമോ? എന്തൊക്കെയായിരിക്കും അവിടെ സംഭാഷണം നടന്നത്? നമുക്കൊന്നും വേദപുസ്തകത്തിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും കയീൻ ഹാബേലിനോട് കയർത്തു. കൊണ്ടുപോകുമ്പോൾ ഉള്ളതായ ലോഹ്യവും മധുരമാർന്ന വാക്കുകളുമല്ല, ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ കയർക്കുകയാണ്. ആരും അവിടെ ഇല്ല, വയലിൽ വേറെ ആരുമില്ല. വീട്ടിലാണെങ്കിൽ അപ്പനായ ആദാമുണ്ട്, അമ്മ ഹവ്വായുണ്ട്. അതുകൊണ്ട് വീട്ടിൽ വെച്ചൊന്നും ചെയ്യാൻ പാടില്ലല്ലോ, പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്ത്രപൂർവ്വം അവനെ ഒറ്റയ്ക്ക് ഒഴിവാക്കി മാറ്റിക്കൊണ്ടുപോയി. ഈ അടുത്ത സമയത്ത് എന്നോ പത്രത്തിൽ വായിച്ചു, ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്ത് ആരോ വന്ന് മുട്ടി, അത്യാവശ്യമായിട്ട് കാര്യം പറയാമെന്ന്. പാവം അവൻ അറിഞ്ഞില്ല മരണമാണെന്ന് വിളിക്കുന്നതെന്ന്. പത്രത്തിൽ കണ്ടതാണ്. അവൻ ഒന്നും അറിയാതെ പാവം ഇറങ്ങിച്ചെന്നു. അവനെ കൂട്ടിക്കൊണ്ടുപോയി ഇത്തിരി വേറെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയി വെട്ടിയും കുത്തിയും അവിടെ വെട്ടി നുറുക്കിയിട്ടു. വളരെ തന്ത്രപൂർവം കൊല്ലാൻ വേണ്ടി വന്നതാണ്. അവർ സ്നേഹപൂർവ്വം മധുരമായി വിളിക്കുമ്പോഴും അവർക്കറിയാൻ കൊല്ലാൻ പോവുകയാണെന്ന്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഏതോ ചില വൈരാഗ്യചിന്തകൾ ഉള്ളിലിങ്ങനെ പുകയുകയാണ്. അതൊന്നും പാവം ഈ ഉറങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരൻ അറിയുന്നില്ല. സുഹൃത്തുക്കളല്ലേ, സ്നേഹിതരല്ലേ, പരിചയമുള്ളവരല്ലേ, പോയി. പക്ഷേ പൂർവ്വവൈരാഗ്യം എന്തോ ഉണ്ടായിരുന്നു, കൊന്നുകളഞ്ഞു. നിങ്ങൾ പത്രത്തിൽ വായിക്കാറുള്ളതല്ലേ ഇതുപോലുള്ള കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ. കയീൻ വയൽ വെച്ച് അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. ഇന്ന് അനേകം പ്രതിസന്ധികളിൽ കൊണ്ടുവന്ന് കോർണർ ചെയ്താക്കിയിട്ട് നമ്മെ കൊണ്ടുവന്ന് അങ്ങ് കോർണർ ചെയ്ത് നമുക്ക് ഒഴിവാകാൻ പാടില്ലാത്ത രീതിയിൽ നമ്മെ ആക്കിയിട്ട് നമ്മെ നശിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിയുണ്ട്. ആ വൈരാഗ്യത്തിൻ്റെ പിന്നിൽ പിശാചാണ്, അസൂയയുടെ പിന്നിൽ പിശാചാണ്, കൊലപാതക ശ്രമത്തിന് പിന്നിൽ പിശാചാണ്, കൊലപാതകത്തിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്ത പിശാചാണ്. എല്ലാം സാത്താനാണ്. എവിടെ വഴക്കുണ്ടോ അതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. എവിടെ കോപമുണ്ടോ അതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. എവിടെ അസൂയുണ്ടോ അവിടെ അതിൻ്റെ പിന്നിൽ പിശാചാണ്. നോക്കിക്കോളൂ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ശരിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, പിശാച് വന്ന് നമ്മെ തന്ത്രപൂർവം നമ്മെ കൊണ്ടുവന്ന് ചില പാവത്തിൽ കെട്ടിയിടാൻ ശ്രമിക്കുന്നത്, ചില വൈരാഗ്യത്തിലോ പിണക്കത്തിലോ അസൂയയിലോ കലഹത്തിലോ കൊണ്ടുപോയി കെട്ടിയിടാൻ ശ്രമിക്കുന്നത്. നമ്മെ തകർത്ത് കളഞ്ഞിട്ടേ പിശാച് അടങ്ങുകയുള്ളൂ എന്നുള്ള വാശിയോടുകൂടിയുള്ളതായ എൻ്റെ ഉദ്യമങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഹാബേലൊന്നും അറിഞ്ഞില്ല. ഹാബേൽ സ്വന്തം സഹോദരനെ വിശ്വസിച്ചു. സ്വന്തം സഹോദരൻ കൊല്ലുമെന്നൊന്നും വിചാരിച്ചില്ല. ഓടി വന്നാലൊന്ന് ശകാരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, അതല്ലേ ഉള്ളൂ. തിരികെ കോപിക്കുമായിരിക്കും, എന്നാലും സഹോദരനല്ലേ, കൊല്ലുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അപ്രതീക്ഷിതമായി സഹോദരനെ അവൻ ആക്രമിച്ചു, കയർത്തു, അവനെ ആക്രമിച്ചു, അവനെ കൊന്നു. ഹാബേൽ രക്തം അവിടെ തളം കെട്ടി. ദൈവത്തിന് സ്തോത്രം. മരണത്തിൻ്റെ കെണി ഹാബേലിനെ വീഴിച്ചു. മരണത്തിൻ്റെ കെണിയുടെ പിന്നിൽ പിശാചായിരുന്നു. പിശാച് കെണി വെച്ചു, ഹാബേലിനെ വീഴിച്ചു. സഹോദരങ്ങളെ, മരണത്തിൻ്റെ കെണിയിൽ നിങ്ങളെ വീഴിക്കാൻ പിശാച് പിന്നാലെയുണ്ട്, നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിസ്സാര സമയത്തെ ക്ഷണനേരത്തെ പാപ ഇമ്പത്തിന് വേണ്ടി, പാപത്തിൻ്റെ സുഖത്തിന് വേണ്ടി, പാപത്തിൽ രസിക്കുന്നതിന് വേണ്ടി ജീവിതം നശിപ്പിക്കുന്നവരുണ്ട്. നശിക്കുകയാണെന്ന് അറിഞ്ഞിട്ടില്ല. കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് എയ്ഡ്സ് രോഗത്തിന് അടിമകളായി പോകുന്ന ആളുകളുണ്ട്. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം കൊണ്ട്, നിയന്ത്രണമില്ലാത്ത ലൈംഗിക ജീവിതം കൊണ്ട് എയ്ഡ്സ് രോഗത്തിന് അടിമകളായി തീരുന്നവരുണ്ട്. തീരാ രോഗം. നിയന്ത്രണമില്ലാത്ത മദ്യപാനം കൊണ്ട്
കരളിന് രോഗം മാത്രമല്ല, ആമാശയത്തിൽ ക്യാൻസർ വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് മദ്യപാനികളെല്ലാം ആമാശയത്തിൽ ക്യാൻസർ വരുന്നെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അനേകം മദ്യപാനികൾ ആമാശയത്തിൽ ക്യാൻസർ വന്നും കരളിൽ രോഗം വന്നും മരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിന് നമ്മുടെ ഈ ശരീരം നശിപ്പിക്കണം? എന്തിന് നമ്മുടെ ആയുസ് നശിപ്പിക്കണം? നമുക്കിനി നല്ലൊരു കാലം ഉണ്ടല്ലോ, ഇനിയൊരു ഭാവി ഉണ്ടല്ലോ. നിരാശ വന്ന് ആരോടെങ്കിലുള്ള വൈരാഗ്യം വന്ന്, ഒരുപക്ഷെ ഭർത്താവിനോടുള്ള വൈരാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോടുള്ള വൈരാഗ്യമായിരിക്കാം, ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. എന്തിനു നശിപ്പിക്കണം? നല്ല കാലം നേടാമല്ലോ, നല്ല ഭാവി, ശോഭനമായ ഭാവി നേടാമല്ലോ. എന്തിനാ ഈ ആയുസ് നശിപ്പിക്കണം? മരണത്തിൻ്റെ കണികൾ ഇന്ന പിന്നാലെ വരുന്നു, ചതി പറ്റിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. മരണത്തിൻ്റെ കണിയിൽ വീഴുവാൻ പിശാചിനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നോക്കാം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കാം. 68-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടും, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. നമ്മുടെ രക്ഷയാകും ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. 68-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങൾ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. നമ്മുടെ രക്ഷയാകും ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ, മരിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ, എൻ്റെ കർത്താവേ, നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വേല തികയ്ക്കുവാൻ, എൻ്റെ വിശുദ്ധിയെ പൂർത്തീകരിപ്പാൻ കർത്താവേ എൻ്റെ ആയുസ് നീട്ടിത്തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗം കൂടിക്കൂടി വരുന്നു. ഇനി ആശയ്ക്ക് വകയില്ലെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചുകൊള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഇതാ അത്യാസന്നമായി കിടക്കുന്നു. നമുക്കപ്പോൾ ദൈവത്തോട് പറയാം, കർത്താവേ, നീയല്ലേ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഈ പ്രായം വരെ എന്നെ വളർത്തിയത് നീയല്ലേ? എൻ്റെ ദൈവമേ, എനിക്ക് നീ ആഗ്രഹിച്ച വേല പൂർത്തീകരിക്കണമെന്നുണ്ടല്ലോ, എനിക്ക് വിശുദ്ധിയെ തയ്ക്കണമെന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ പൂർണ്ണ വിശുദ്ധനായിട്ടില്ല. ഇന്നും എൻ്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ല. പഴയ ചില സ്വഭാവങ്ങളുടെ മാലിന്യങ്ങൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. കർത്താവേ, എനിക്ക് വിശുദ്ധിയെ തയ്ക്കുവാനും വേലയെ തയ്ക്കുവാനും എനിക്ക് ആയുസ് നീട്ടിത്തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പുതിയ പ്രതിഷ്ഠയെടുത്ത് സമർപ്പിച്ച് ദൈവത്തോട് വാക്ക് പറയുമ്പോൾ, അപ്പോൾ കാണാം ദൈവത്തിൻ്റെ കൃപയുടെ കരം നമ്മുടെ മേൽ വന്ന് തൊടുന്നതും നമ്മെ അനുഗ്രഹിക്കുന്നതും, ദൈവം നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നത്, ദൈവം രോഗക്കിടക്ക മാറ്റി വിരിക്കുന്നത്, ദൈവം മരണക്കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളൂ തന്നെ എന്ന് നമുക്ക് പാടുവാൻ തക്കവണ്ണം നമുക്ക് പുതിയ പാട്ട് തരുന്നത് നമുക്ക് അനുഭവിക്കാം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളൂ തന്നെ. മരണവാദികളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്ന് സംഗീതകാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വായിക്കാം. 9-ാം സങ്കീർത്തനം 13-ാം വാക്യം. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. പകയ്ക്കുന്നവരിൽ നിന്ന് കഷ്ടം വരികയാണ്. മരണം പടിവാതിൽക്കൽ തട്ടി നിൽക്കുന്നു. കർത്താവേ, മരണവാദികളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. മരണവാദികളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാനും പോകും, നിങ്ങളും പോകും. മരണം എന്ന ഒരു വാതിൽ കൂടി നാം അപ്പുറം ലോകത്തേക്ക് കടക്കും, വിശാലമായ ലോകത്തേക്ക് കടക്കും. മരണമെന്ന ഈ വാതിൽ കൂടി കടന്നു ചെല്ലുമ്പോൾ അപ്പോഴാണ് ആത്മലോകം നാം കാണുന്നത്. അപ്പോഴാണ് ആത്മലോകമെന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. ഇന്നിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രസംഗം കേൾക്കുന്ന പ്രതീതിയേ ഉള്ളൂ. എന്നാൽ നാം യാഥാർത്ഥ്യം നേരിട്ട് അനുഭവിക്കും. ഒരു ദിവസം നാം ഈ ഭൂമിയിൽ ശരീരം നിർജ്ജീവമായി കിടക്കും, ആത്മാവോ അനന്തതയിലേക്ക് പറക്കും. സത്യമാണിത്. ഒരു ദിവസം അത് സംഭവിക്കും. അത് നിങ്ങൾക്കാർക്ക് സംശയമില്ല. ഈ ശരീരം നിശ്ചലമായി കിടക്കും, നിർജ്ജീവമായി കിടക്കും, അനക്കമറ്റ് കിടക്കും. മിണ്ടുകയില്ല, കാണുകയില്ല, കേൾക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിർജ്ജീവമായ ശരീരമായി നാം ഈ ഭൂമിയിൽ ഒരുപക്ഷേ ഒരു മരണക്കിടക്കയിൽ കിടക്കും, മരണക്കട്ടിലിൽ കിടക്കും. ദൈവത്തിന് സ്തോത്രം. പലരും വരും,
പലരും വന്ന് നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് ആശ്വാസവാക്കുകൾ പറയും, ഒന്ന് പ്രാർത്ഥിച്ചെന്ന് വരും, ചിലപ്പോൾ ഒരു 2 വാക്ക് അനുശോചന വാക്കുകൾ പറഞ്ഞെന്ന് വരും, നമ്മെക്കുറിച്ച് കടന്നുപോയ ആളെക്കുറിച്ച് ചില നല്ല വാക്കുകളൊക്കെ പറഞ്ഞെന്ന് വരും. ഈ ആത്മാവോ, കടന്നുപോയ ആത്മാവ് ആത്മലോകത്തിരുന്നുകൊണ്ട് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. ആരെല്ലാം വരുന്നതെന്നും ആരെല്ലാം സംസാരിക്കുന്നതെന്നും ആരെല്ലാം പ്രാർത്ഥിക്കുന്നതെന്നും എല്ലാം കണ്ടുകൊണ്ട് ഈ വാങ്ങിപ്പോയ ആത്മാവ് ശരീരത്തിന് പുറത്ത് നിന്നുകൊണ്ട് എല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്നാലോ ആത്മാവ് അങ്ങ് പറന്നു പോകും. ആത്മാവ് അനന്തതയിലേക്ക് പറന്നു പോകും. അറ്റമില്ലാത്ത ലോകം, അന്തമില്ലാത്ത ലോകം, ആ അനന്തമായ ആത്മലോകത്തേക്ക് കടന്നു ചെല്ലും. ദൈവത്തിന് സ്തോത്രം. മരണത്തിലേക്ക് നാം വന്നു വീണുവെന്ന് അപ്പോഴേ നാം അറിയുകയുള്ളൂ. നാം മരിച്ചുവെന്ന് ആ മരിക്കുന്ന സമയത്ത് അറിഞ്ഞൊന്നും വരികയില്ല. കാരണം നമ്മുടെ ബോധമനസ്സ് അപ്പോൾ നിർജീവമല്ല. ക്ലിനിക്കലി ഡെഡ് ആണെങ്കിലും ബോധമനസ്സ് അപ്പോഴും സജീവമാണ്. നാം മരിച്ചു എന്നപ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ നാം അതിശയത്തോടെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കും, നിർജീവമായി കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കും. ആത്മാവ് പുറത്ത് നിന്നുകൊണ്ട് ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ആത്മാവിന് തോന്നും, എനിക്ക് ഈ ശരീരത്തിലേക്ക് ഒന്നുകൂടെ പ്രവേശിക്കണമെന്ന്. ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ആത്മാവ് പുറത്തു നിന്നുകൊണ്ട് യത്നിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങൾ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോഴാണ് അയ്യോ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തില്ലല്ലോ, ഞാൻ ചെയ്യേണ്ട വേല ചെയ്തു തീർത്തില്ലല്ലോ, എന്നെ ഈ ഭൂമിയിലേക്ക് എൻ്റെ കർത്താവ് അയച്ചപ്പോൾ എന്നിൽ ആശ വെച്ചതായ വേല തീർത്തില്ലല്ലോ, എനിക്ക് തന്നതായ അനുഗ്രഹങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ, എനിക്ക് തന്നതായ സമയങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ, എനിക്ക് എത്രയോ പേരോട് ദൈവത്തിൻ്റെ വചനം പറയാമായിരുന്നു, ഞാനത് ചെയ്തില്ലല്ലോ, എത്രയോ പേർക്ക് യേശുവിൻ്റെ സ്നേഹം കാണിച്ചു കൊടുക്കാമായിരുന്നു, ഞാനത് ചെയ്തില്ലല്ലോ, എൻ്റെ ജോലിയിൽ വിശ്വസ്തനായി നിൽക്കാമായിരുന്നു, എന്നാൽ മാതൃകാ ജീവിതം കാഴ്ചവെക്കാമായിരുന്നു, ഞാനത് ചെയ്തില്ലല്ലോ. അയ്യോ എൻ്റെ കർത്താവേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നിന്നെ സ്തുതിച്ച് തീർത്തില്ലല്ലോ, സ്തുതി തികച്ചില്ലല്ലോ. എൻ്റെ കർത്താവേ, ഒരു വിശുദ്ധരായി ജീവിച്ച ജീവിതം വിശുദ്ധിയിൽ തികച്ചില്ലല്ലോ. നാം അപ്പോഴാണ് നിരാശപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ദിവസം സംഭവിക്കും. അത് സംഭവിക്കുന്നതിന് മുൻപ് ഇന്ന് ശരീരത്തിലിരിക്കുമ്പോൾ കാരുണ്യവാനായ ദൈവം നമുക്ക് ഒരു അവസരം തരികയാണ്. സ്നേഹവാനായ ദൈവം നമുക്ക് ഒരു ഭാഗ്യാവസരം തരികയാണ്. ദൈവം നമ്മെ സ്നേഹത്തോടെ ചേർത്തണച്ച് നമുക്ക് ചില വാഗ്ദത്തങ്ങൾ തരികയാണ്. നമ്മുടെ രക്ഷയാകും ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രൊദിത്തോസിൻ്റെ കാര്യം പറയുന്നുണ്ട്. എപ്പഫ്രൊദിത്തോസ് റോമൻ കാരാഗ്രഹത്തിലേക്ക് അങ്ങ് ഫിലിപ്പിയിൽ നിന്ന്, ഗ്രീസിലെ ഫിലിപ്പിയിൽ നിന്ന് അങ്ങ് ഇറ്റലിയിലെ റോമൻ കാരാഗ്രഹത്തിലേക്ക് എപ്പഫ്രൊദിത്തോസ് അവിടെയുള്ള ദൈവമക്കൾ, ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ സമാഹരിച്ചതായ കുറച്ച് രൂപ സഹായധനവുമായിട്ട് അങ്ങ് യാത്ര ചെയ്ത് റോമിലെത്തി. ഒരു വീട്ടുതടങ്കിൽ നിന്നോണം കഴിയുന്ന അപ്പോസ്തലൻ്റെ അടുക്കൽ ആ ജയിലിലേക്ക് ചെന്നു. അവിടെ അപ്പോസ്തലനുമായി സംസാരിച്ചു. ദീർഘദൂരം യാത്ര ചെയ്ത്, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലല്ലോ, ദീർഘദൂരം യാത്ര ചെയ്തെന്നപ്പോഴേക്കും എപ്പഫ്രൊദിത്തോസിന് രോഗമായി, കഠിനമായ രോഗമായി. അപ്പോസ്തലനൊരു വേദനയായി. എന്നെ സഹായിക്കാൻ ഒരു സഹായധനവുമായി വന്ന പാവം ഈ ചെറുപ്പക്കാരൻ രോഗമായല്ലോ കർത്താവേ. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം അവനോട് കരുണ ചെയ്തു, അവൻ രോഗം മാറ്റി, എന്നോടും കരുണ കാണിച്ചു. ആ ഭാഗം വായിച്ചാൽ കൊള്ളാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എപ്പഫ്രൊദിത്തോസ് ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 27-ാം വാക്യം ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് വായിച്ചു കേൾക്കാം. ഫിലിപ്പിയർ 2:27. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. കർത്താവേ, മരണദൂതൻ എൻ്റെ ജീവിതത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എന്നെ കയറി ആക്രമിച്ച് എന്നെ റാഞ്ചിക്കൊണ്ടു പോകാൻ മരണദൂതൻ ഇപ്പോൾ നിൽക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കർത്താവേ, നാഥ, ഞാൻ നിന്നോട് യാചിക്കുന്നു, എനിക്ക് എൻ്റെ നാഥൻ്റെ വേല തയ്ക്കണം.
എനിക്ക് എൻ്റെ യേശുവിൻ്റെ വിശുദ്ധിയെ തേക്കണം. എനിക്ക് എൻ്റെ യേശുവിനെ വാഴ്ത്തി സ്തുതിച്ച് എൻ്റെ സ്തുതിയെ തേക്കണം, എൻ്റെ ആരാധനയെ തേക്കണം. എൻ്റെ കർത്താവേ, മരണത്തിൻ്റെ ദൂതനിൽ നിന്ന് എന്നെ നീ വിടുവിക്കണം. കർത്താവിന് സ്തോത്രം. മരണത്തെ തകർക്കാൻ ക്രൂശിന്മേൽ മരണത്തെ തകർത്തവൻ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ക്രൂശിൽ മരണത്തെ തകർത്തു, ക്രൂശിൽ മരണത്തെ ജയിച്ചു. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിച്ച് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. കല്ലറയെ തട്ടി തകർത്ത് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊടുക്കുമോ? യേശുവിന് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ വാക്ക് കൊടുക്കുമോ? കർത്താവ്, ഇത്രയും കാലം ഞാൻ നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല, ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചില്ല, ഇത്രയും കാലം ഞാൻ പാവത്തെ ഉപേക്ഷിച്ചില്ല, ഇത്രയും കാലം ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ജീവിച്ചു പോയി. ഇന്നിതാ ഞാൻ തിരുവൻപാകെ വരുന്നു. നാഥ, ഞാൻ എൻ്റെ കർത്താവേ നിൻ്റെ പാദപീഠത്തിലേക്ക് ആശ്രയബോധത്തോടെ വരുന്നു, ആശയോടെ വരുന്നു. എൻ്റെ മേൽ നിന്ന് മരണത്തിൻ്റെ കൈകളെ തട്ടി മാറ്റിക്കളയണമേ. മരണത്തിൻ്റെ കൈകൾ എന്നെ തുറന്ന് പിടിക്കാതെ വണ്ണം എൻ്റെ മേൽ നിന്ന് മരണത്തിൻ്റെ കണികളെ മാറ്റിക്കളയണമേ. ആപത്തുകൾ മുന്നിലുണ്ട്, അത്യാഹിതങ്ങൾ മുന്നിലുണ്ട്, അപകടങ്ങൾ മുന്നിലുണ്ട്. ദൈവമേ, രോഗം വന്നിട്ടുണ്ട്. രോഗം ഇപ്പോൾ പുറമേ കാണുന്നില്ലെങ്കിലും എൻ്റെ ശരീരത്തിൽ രോഗാണുക്കൾ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ രക്തത്തിൽ രോഗാണുക്കൾ വന്നിട്ടുണ്ട്. കർത്താവേ, എനിക്കതൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ നീ അറിയുന്നു, എല്ലാം അറിയുന്ന യേശുവേ, മരണത്തെ നീ ജയിച്ചവനാണ്. ഗോകുൽത്തായിലെ കുരിശിൽ ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ എന്ന് വാക്കാൽ പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഹൃദയത്തിൽ ധീരതയോടെ അത് ഉച്ചരിച്ചുകൊണ്ട് എൻ്റെ നാഥ, നീ എല്ലാം നിവൃത്തിയായി എന്ന് ജയമെടുത്തവനായി നീ കൽപ്പിച്ചു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ്, എനിക്ക് ആ ജയം തരണമേ, എനിക്ക് ആ പരിശുദ്ധി തരണമേ, എനിക്ക് ആ വിശ്വാസം തരണമേ, എനിക്ക് ആ വിവേകം തരണമേ, എനിക്ക് ആ സുബോധം തരണമേ. എൻ്റെ മേൽ തൃക്കരം വെക്കണമേ. എൻ്റെ കർത്താവേ, ഒന്ന് മാത്രം നിസ്സാരതയിൽ എനിക്ക് പറയാം, എൻ്റെ എളിവയിൽ ഒരു കാര്യം നിന്നോട് പറയാം. ഇനിമേൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും, ഇനിമേൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും, ഇനിമേൽ പാവം തൊടാതെ ഞാൻ ജീവിക്കും, പിശാചിനിടം കൊടുക്കാതെ ജീവിക്കും. വന്നുപോയതെല്ലാം എന്നോട് ക്ഷമിക്കണം, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണം. കർത്താവേ, പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ജയം നേടിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയായി, യേശുവിൻ്റെ ഒരു പ്രിയ ശിഷ്യനായി എൻ്റെ ഓട്ടം ഓടി അയക്കണം. അതിനുള്ള കൃപ എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ സമർപ്പിക്കുമോ? ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? യേശു നിങ്ങളെ തലോടട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ കരുത്ത് നിങ്ങളുടെ തലമേൽ വയ്ക്കട്ടെ, യേശു നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ, നന്മകൾ നിങ്ങളുടെ മേൽ പ്രദാനം ചെയ്യട്ടെ, യേശുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. ഓരോരുത്തരും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. കരുണയുള്ള കർത്താവേ, നിൻ്റെ ഈ പ്രിയമക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവർക്ക് മരണത്തിൽ നീക്കുപോക്ക് തരണമേ, മരണത്തിൽ നിന്ന് പോക്ക് വഴി തരണമേ, മരണത്തെ മാറ്റുകയും ജീവനെ അവിടുന്ന് വളർത്തുകയും ചെയ്യണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും കൃപയിൽ കാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.